ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. പീതാംബരംഗരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 40. പൂതനാമോക്ഷം. തദനു നന്ദമമന്ദശുഭാസ്പദം നൃപപുരീങ്കരദാനകൃതേഗതം സമവലോക്യ ജഗാദഭവൽപിതാ വിദിതകംസസഹായ ജനോദ്യമ. പിന്നീട് കരം കൊടുക്കാൻ വേണ്ടി കംസരാജസന്നിധിയിലെത്തിയ മംഗളപുരുഷനായ നന്ദനെ ചെന്നുകണ്ട കംസന്റെ അനുചരനായ ഭഗൻ, പൂതന മുതലായവരുടെ ദുരുദ്യമം കണ്ടറിഞ്ഞ് ഭീതനായ വസുദേവൻ ഇപ്രകാരം പറയുകയുണ്ടായി. ആയി സഖേ തവ ബാലക ജന്മ മാം സുഖയദേത്യ നിജാത്മജ ജന്മവൽ ഇതി ഭവൽ പൃഥൃതാം വ്രജനായകേ സമതിരോപ്യ ശശംസതമാദരാത്. അങ്ങയുടെ പൃഥുത്വം നന്ദഗോപനിലു ആരോപിച്ചുകൊണ്ട് സന്തോഷാദരങ്ങളോടുകൂടി വസുദേവൻ പറഞ്ഞു, ഹേ സഖേ, അങ്ങയ്ക്ക് പുത്രനുണ്ടായിരിക്കുന്നതറിഞ്ഞ് ഞാൻ സന്തോഷിക്കുന്നു. അത് എനിക്ക് പുത്രനുണ്ടായിരിക്കുന്നത് പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇഹ ച സദ്യ നിമിത്ത ശതാനി ദേ കടകസീംനി തദോ ലഘുഗമ്യതാം ഇതി ച തന്വജസാ വ്രജനായകോ ഭവദപായ ഭിയാദ്രുതമായയൗ. ഇപ്പോൾ അങ്ങയുടെ നിവാസസ്ഥാനത്ത് മധുരയിൽ അനേകം അപശകുനങ്ങൾ ഞാൻ കാണുന്നു. ഹേ നന്ദഗോപരെ, ഉടനെ അങ്ങയുടെ വ്രജഗൃഹത്തിലേക്ക് യാത്രയാകുക എന്ന് വസുദേവ വചസ്സുകൾ കേട്ട് അങ്ങയ്ക്ക് അപായം പിണഞ്ഞേക്കാമെന്ന് ശങ്കിച്ച് നന്ദഗോപൻ സ്വവാസസ്ഥാനത്തേക്ക് തിരിച്ചു. അവസരേ ഖലു തത്ര ച കാച്ചന വ്രജപദേ മധുരാകൃതിരംഗന തരളഷഡ്പദലാളിത കുന്തളാ കപടബോധഗതേ നിഗടം ഗദാ. ഹേ മായാവിയായ ബാലക, തത്സമയത്ത് അളിപടലങ്ങളാൽ ലാളിതമായ തലമുടിയോടുകൂടിയവളും മനോഹരിയുമായ ഒരു സ്ത്രീ അങ്ങയുടെ അരികിലേക്ക് കടന്നുവന്നു. സപദി സാഹൃദ ബാലക ചേതനാ നിശിചരാന്വയ ചാകില പൂതന വ്രജവധൂഷിഹ കേയമിതി ക്ഷണം വിമൃശതീഷു ഭവന്തമുപാദതേ. ബാലകനിഗ്രഹം തൊഴിലാക്കിയിട്ടുള്ളവളും പൂതന എന്ന നാമത്തോടു കൂടിയവളുമായ ആ രാക്ഷസി ഇവൾ ആരാണെന്ന് ഗോപികമാർ ശങ്കിച്ചു നിൽക്കെ തന്നെ അങ്ങയെ കരങ്ങളിലെടുത്തു. ലളിതഭാവവിലാസഹൃദാത്മഭിർയുവതിഭി പ്രതിരോധുമപാരിത സ്തനമസൗ ഭവനാന്ത നിഷേദുഷീ പ്രദദുഷീ ഭവദേ കപടാത്മനേ. അവളുടെ ലളിതങ്ങളായ ഭാവവിലാസങ്ങളാൽ മുഗ്ധരായ ഗോപവനിതമാരാൽ തടുക്കപ്പെടാൻ കഴിയാതായ അവൾ ആ ഗൃഹത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് അങ്ങയെ മുലകുടിപ്പിച്ചു. സമതിരുഹ്യതദംഗമശങ്കിതസ്ത്വപദ ബാലക ലോപനരോഷിത
മഹദിവാമ്രഫലം കുജമണ്ഡലം പ്രതിചിചൂഷിത ദുർവിഷദൂഷിതം. അനേകം ശിശുക്കളുടെ നിഗ്രഹത്തിനു കാരണമായ അവളുടെ ക്രൂരകൃത്യങ്ങളറിഞ്ഞ ക്രുദ്ധനായ അങ്ങ് അവളുടെ വിഷം തേച്ചിരുന്ന സ്തനത്തെ ഒരു വലിയ മാമ്പഴത്തെ എന്ന പോലെ ആവേശത്തോടെ പാനം ചെയ്യാൻ തുടങ്ങി. അസുഭിരേവത്സമം ദയതി തൊയി സ്തനമസൗ സ്തനിതോപമനിസ്വന നിരപദൽ ഭയദായി നിജം വപു പ്രതിഗതാ പ്രവിസാര്യ ഭുജാവുപൗ. അങ്ങ് മുലപ്പാലോടുകൂടി പ്രാണനെയും വലിച്ചെടുക്കുകയാൽ ഇടിവെട്ടും പോലെ ഗർജിച്ചുകൊണ്ടവൾ തൻ്റെ പഴയ രാക്ഷസീ രൂപം ധരിക്കുകയും കൈകൾ വിടർത്തി ഭൂമിയിൽ മലർന്നു വീഴുകയും ചെയ്തു. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണദർശന മോഹിതവല്ലവേ വ്രജപദേ തദുരസ്ഥലഖേലനം നനുഭവന്തമഹൃണ്ണത ഗോപിക. അവളുടെ ഘോരഗർജനം കേൾക്കുകയും ഭീഷണമായ വിഗ്രഹം കാണുകയും ചെയ്യുകയാൽ ബോധരഹിതരായ ഗോപഗണങ്ങളോടുകൂടിയ ആ വ്രജത്തിൽ ഗോപികമാർ ഓടിവരികയും അവളുടെ മാറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ വന്നെടുക്കുകയും ചെയ്തു. ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമയി വാദനികേതനനാഥ മാമഗദയൻ കുരുതാവക സേവകം. അങ്ങയുടെ മംഗലനാമത്തിൽ ഗോപസ്ത്രീകളാൽ സംരക്ഷിക്കപ്പെട്ട ഹേ ഗുരുവായൂരപ്പ, എന്നെ രോഗമില്ലാത്തവനാക്കി തൃപ്പാദസേവയ്ക്ക് അർഹനാക്കണേ. ശ്രീ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.